മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം നവംബർ 17 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും അതെങ്ങനെ ശരിയാവും? ഡൽഹി ഹൈക്കോടതി എന്തൊക്കെയോ സംഭവിച്ചിട്ടില്ല, എക്സാം നീളാൻ ചാൻസ് ഇല്ലേ? മക്കളെ, ഞാൻ ഈ പറയുന്ന മൊമെന്റ് വരെ റെയിൽവേയുടെ ഒരു വെബ്സൈറ്റിലും എക്സാം നീട്ടിയെന്നോ അല്ലെങ്കിൽ ടെന്റേറ്റീവ് ഡേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നോ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ഒക്ടോബർ 30 നെക്സ്റ്റ് ഹിയറിംഗ് വരുന്നത്. അപ്പൊ ഇന്നലത്തെ ഡൽഹി ഹൈക്കോടതിനകത്ത് റെയിൽവേയുടെ വാദം ഇങ്ങനെയായിരുന്നു: നവംബർ 17 എക്സാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഒക്ടോബർ 30 നെക്സ്റ്റ് ഹിയറിംഗ് ഉണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഒക്കെ ആ സമയത്ത് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന മൊമെന്റ് വരെ ഒരു വെബ്സൈറ്റിലും എക്സാം നീട്ടിയെന്നോ എക്സാം ഡേറ്റ് മാറ്റിയെന്നോ അങ്ങനെ അപ്ഡേറ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല. സോ നിങ്ങളൊക്കെ എക്സാം നീളും അങ്ങനെയൊന്നും പറഞ്ഞ കാത്തൊന്നും ഇരിക്കരുത്, എന്ത് വേണോ സംഭവിക്കാം. സോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എക്സാം നീണ്ടാലും നിങ്ങളൊന്ന് സന്തോഷിക്കടാ, എനിക്ക് പ്രിപ്പറേഷൻ ആയിട്ട് കുറച്ചും കൂടെ സമയം കിട്ടി, എനിക്ക് കുറച്ചും കൂടെ PYQs എനിക്ക് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, എന്റെ സ്പീഡ് എനിക്ക് കൂട്ടാൻ പറ്റും, അങ്ങനെ ഒന്ന് ചിന്തിച്ചോ. അപ്പൊ നമ്മൾ ഈ നവംബർ 17 വരെയുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നമ്മുടെ ഗ്രൂപ്പ് ഡി ബാച്ചിൽ കൊടുക്കുന്ന ഒരു പക്ക സ്റ്റഡി പ്ലാൻ, നമ്മുടെ പുതിയ ക്രാഷ് ബാച്ചിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് ആ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും ബേസ് സ്ട്രോങ് ആണെങ്കിൽ മക്കളെ പഠിച്ചോണെങ്കിലൂടെ ഇനി നിങ്ങളുടെ മുമ്പിൽ സമയം കിടപ്പുണ്ട്. അപ്പൊ സമയം കൂടുന്നതൊക്കെ ഒരു ഭാഗ്യമായിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 അങ്ങനെ പറഞ്ഞ് നവംബർ 16 വരെയുള്ള ഡേറ്റ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരാം. ഇതിനകത്ത് ആവശ്യമുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഫുൾ ഇതിനകത്ത് തീരുമൊന്നുമല്ല. മാത്സ് പക്കയായിട്ട് തീരും, റീസണിങ് പക്കയായിട്ട് തീരും, ദെൻ സയൻസ് അടിപൊളിയായിട്ട് പ്രധാന ടോപ്പിക്കുകളെല്ലാം തീർക്കാൻ പറ്റും, ദെൻ കറണ്ട് അഫയേഴ്സ് ഫുള്ള് നമുക്ക് തീർക്കാൻ പറ്റും, GK ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ മാത്സ് 25 മാർക്കാണ്, റീസണിങ് 30 മാർക്കാണ്, സയൻസ് 25 മാർക്കാണ്, ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല, നന്നായിട്ട് മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം GK വരുമ്പോൾ GK പ്ലസ് കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്, അതിനകത്ത് 8 മാർക്ക് കറണ്ട് അഫയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും, ബാക്കി 12 മാർക്കാണ് GK വരുന്നത്, വെറും 12 മാർക്ക് മാത്രം. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് അറിയാം കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. GK ഒരുപാട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, കിട്ടിയാ കിട്ടി പോയാ പോയി. പക്ഷേ ബാക്കി വിഷയങ്ങൾ അങ്ങനെയല്ല, പഠിച്ചാൽ അവിടെ മാർക്ക് ഷുവർ ആണ്. ആ തരത്തിലാണ് നമ്മളിപ്പോ ഇവിടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ മക്കളെ, നമുക്ക് ഇന്നു മുതൽ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സെപ്റ്റംബർ 19. സോ സെപ്റ്റംബർ 19 വെള്ളിയാഴ്ചയാണ്. മാത്സിലെ 2 ടോപ്പിക് ഇട്ടിട്ടുണ്ട്, നമ്പർ സിസ്റ്റം പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ആ പാർട്ട് 2 ബോർഡ് മാസ് ഒക്കെയാണ് കയറി വരുന്നത്. അപ്പൊ ഒരു ടോപ്പിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ സ്റ്റഡി പ്ലാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാരി വലിച്ച് എല്ലാം കൂടെ ഇട്ടിട്ടുള്ള തുമ്പിയെ കൊണ്ട് കല്ലടിക്കുന്ന പോലെ എടാ 10 ടോപ്പിക്ക് പഠിച്ച ഒന്നുമല്ല, ഒരാൾക്ക് പറ്റുന്നത് മാത്രം. പക്ഷെ ഇതിനകത്ത് എല്ലാം കവർ ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയി എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് അവിടെ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്ന ഫുൾ ടോപ്പിക്കുകളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു മാർക്ക് പോലും പുറത്തു പോകരുത്, പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിരിക്കണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അടുത്ത സെപ്റ്റംബർ 20 പോകുമ്പോൾ ഈ ടോപ്പിക്കിന്റെ റിവിഷൻ ആണ്, നമ്പർ സിസ്റ്റത്തിന്റെ റിവിഷൻ ആണ് വരുന്ന ഒന്നാമതായിട്ട്. ദെൻ അതേപോലെ ഫിസിക്സിലെ 2 ടോപ്പിക് ഉണ്ട്, ഒന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, പിന്നെ കെമിസ്ട്രിയിലെ മാറ്റർ എന്ന ടോപ്പിക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെപ്റ്റംബർ 21 പോകുമ്പോൾ ഞായറാഴ്ചയാണ്, അവധിയൊന്നുമില്ല. സെപ്റ്റംബർ 21 2 ടോപ്പിക്കാണ്, സെല്ല് പാർട്ട് 1 പിന്നെ പാർട്ട് 2, അതേപോലെ തന്നെ കെമിസ്ട്രിയിലെ ആറ്റം എന്ന ടോപ്പിക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 2 ടോപ്പിക്ക്, സെല്ലും ആറ്റവും. ദെൻ സെപ്റ്റംബർ 22 തിങ്കളാഴ്ച നല്ല ദിവസമാണ്, മാത്സ് തന്നെ നമുക്ക് പഠിക്കാം. മാത്സിലെ ഒറ്റ ടോപ്പിക്ക് മാത്രമാണ് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, ഒരു 3 ടോപ്പിക്കുള്ള ഒരു ക്ലാസ് ആണ്, 3 ക്ലാസ് ഉള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പൊ അവിടെ തിങ്കളാഴ്ച ചെയ്ത ടോപ്പിക്കാണ് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ടോപ്പിക്ക്, നന്നായിട്ട് പഠിക്കാം. അടുത്ത സെപ്റ്റംബർ 23 ചൊവ്വാഴ്ച ഡിറക്ഷൻ, റീസണിംഗിലെ ഡിറക്ഷൻ പാർട്ട് 1 പാർട്ട് 2, അതേപോലെ ക്യൂബ്സ് ആൻഡ് ഡൈസസ്. റീസണിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റീസണിംഗ് ആണ്. 30 മാർക്കാണ് റീസണിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 16 ടോപ്പിക്കുകളാണ് റീസണിംഗിനകത്ത് മൊത്തം പഠിക്കാനുള്ളത്. പക്ഷേ മാത്സ് പോലെയല്ല, മാത്സ് ആണെങ്കിൽ ഒരു ടോപ്പിക് ആണെങ്കിലും ഒരുപാട് പഠിച്ചു തീർക്കാനുണ്ട്. പക്ഷെ റീസണിംഗ് ആണെങ്കിലല്ല, ചുമ്മാ ഇരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം 2 ടോപ്പിക്കൊക്കെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഇവിടെ 2 ടോപ്പിക് ഇട്ടിട്ടുണ്ട്, ഒന്ന് ഡിറക്ഷൻ, രണ്ടാമത്തേത് ക്യൂബ്സ് ആൻഡ് ഡൈസസ്. ഓക്കെ, അടുത്ത സെപ്റ്റംബർ 24 ഫിസിക്സും ബയോളജിയാണ്. ഫിസിക്സും ബയോളജിയും ഒക്കെ അവിടെ ശബ്ദം എന്ന ടോപ്പിക് ഉണ്ട്, അതേപോലെ തന്നെ ദെൻ ജെനറ്റിക്സ് എന്ന ടോപ്പിക്കും നന്നായിട്ട് പഠിക്കാം. ദെൻ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 1. നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കും, ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല, കാര്യം ചില ആൾക്കാർക്ക് ചില ടോപ്പിക്കുകളൊക്കെ അറിയായിരിക്കും. അവിടെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ഏതാണ്? ഒന്ന് അപ്പോയിന്റ്മെന്റ്സ് ആണ്, ഇന്ന് ഇന്ത്യയിലെ ഓരോ പദവികളിൽ ആരൊക്കെ ഇരിക്കുന്നു. രണ്ടാമത്തേത് അവാർഡ്സ് ആണ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അവാർഡ്സ് മൊത്തം പഠിക്കാം. ദെൻ അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് നോക്കാം. ദെൻ ഒരു വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ ബാങ്കുകളുടെ മൊത്തം പെർഫോമൻസ് നോക്കാം. ദെൻ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. ദെൻ അതേപോലെ നെക്സ്റ്റ് ടോപ്പിക് ഇന്ത്യയുടെ മിലിറ്ററി ഇൻഡെക്സ്,
സോറി ഇന്ത്യയുടെ മിലിറ്ററി എക്സസൈസ്, അതേപോലെ ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ്, അടുത്ത ആരൊക്കെയാണ് മരിച്ചത്, പ്രധാനപ്പെട്ട ബുക്കുകളെല്ലാം ആരൊക്കെയാണ് എഴുതിയത്, ദെൻ ഇന്ന് രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു, ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു സാധനം അവിടെ വന്നിട്ടുണ്ടോ, ISROയുടെ പ്രധാനപ്പെട്ട ലോഞ്ചസ് ഭംഗിയായിട്ടൊന്ന് പഠിക്കുക, ദെൻ നൊബേൽ പ്രൈസ്, ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക്സ്, IPL, ISL, WPL, അങ്ങനെ ഗെയിംസ് ഇവന്റ് മൊത്തം ഒന്ന് പഠിക്കുക. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു 11-12 ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സിന് നടപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാം, പക്ഷെ മസ്റ്റ് ആയിട്ടും ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു തീർക്കണം. ഓക്കെ, അടുത്ത സെപ്റ്റംബർ 25 തേഴ്സ്ഡേ അവിടെ LCM ആൻഡ് HCF എന്ന ടോപ്പിക്ക് പഠിക്കുക. ദെൻ ഗ്യാസ് ലോസും നന്നായിട്ട് പഠിക്കുക. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, അങ്ങനെ ഗ്യാസ് ലോസ് ഉണ്ടല്ലോ, ഭംഗിയായിട്ട് പഠിക്കാം. അടുത്ത സെപ്റ്റംബർ 26 പോകുമ്പോൾ അവിടെ റീസണിംഗിലെ ഒരു ടോപ്പിക്കാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. 2 പാർട്ട് കിടപ്പുണ്ട്. അവിടെ മക്കളെ നോക്കാം, ഒരു ടോപ്പിക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് റിവിഷനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം റിവിഷൻ അപ്പോൾ സമയം കൊടുക്കണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. അടുത്ത പിറ്റേ ദിവസം സെപ്റ്റംബർ 27 സാറ്റർഡേ അവിടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്ക് പഠിക്കുക. ഒറ്റ ടോപ്പിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് റിവിഷനും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊടുക്കാൻ പറ്റും. അടുത്ത സെപ്റ്റംബർ 28 സൺഡേ ഫിസിക്സിലെ 2 ടോപ്പിക്ക്, ബയോളജിയിലെ 1 ടോപ്പിക്ക്. ഫിസിക്സിലെ പ്രകാശ പ്രതിഭാസങ്ങൾ, അതേപോലെ തന്നെ അപവർത്തനം, ലെൻസ്, അത് ഒറ്റ ഏരിയയിൽ വരുന്ന സാധനങ്ങളാണ്. ദെൻ അത് കഴിഞ്ഞ് ബയോളജിയിലേക്ക് പോകുമ്പോൾ അവിടെ ഹാർട്ട് കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ദെൻ അത് കഴിഞ്ഞ് സെപ്റ്റംബർ 29 റീസണിങ്ങിലെ ബ്ലഡ് റിലേഷൻ, എന്റെ അപ്പൂപ്പന്റെ കുഞ്ഞമ്മയുടെ മോന്റെ മോൻ ഇന്നയാണെങ്കിൽ ഞാനും പുള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, അത് ഭംഗിയായിട്ട് പഠിക്കാം. ദെൻ അതേപോലെ തന്നെ മാത്സിലെ റീസണിങ്ങിലെ തന്നെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, മാത്സിലെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് കൂടെ ഒന്ന് പഠിക്കാം. അടുത്ത സെപ്റ്റംബർ 30 ട്യൂസ്ഡേ മാത്സിലെ ടോപ്പിക്ക് പെർസെന്റേജ് എന്ന ടോപ്പിക്ക് പഠിക്കാം. അതേപോലെ കെമിസ്ട്രിയിലെ ആസിഡ് ആൻഡ് ആൽക്കലി എന്ന ടോപ്പിക്കും പഠിക്കുക. 2 ടോപ്പിക്കിൽ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഒക്ടോബർ 1, അങ്ങനെ സെപ്റ്റംബർ മാസം നമ്മൾ ഭംഗിയായിട്ട് 10 ദിവസം നന്നായിട്ട് യൂസ് ചെയ്തു. അടുത്ത ഒക്ടോബർ 1 പോകുമ്പോൾ അവിടെ ബുധനാഴ്ചയാണ്. ഫിസിക്സിലെ 1 ടോപ്പിക്ക്, ദെൻ ബയോളജിയിലെ 1 ടോപ്പിക്ക്. പക്ഷെ ഡിസീസ് എന്ന ടോപ്പിക്കാണ് ബയോളജിയിൽ ഇട്ടേക്കുന്നത്. ഇച്ചിരി വലിയ ടോപ്പിക്കാണ്, സമയം എടുക്കും. 3 പാർട്ടായിട്ട് തന്നെ ഇട്ടേക്കുന്നത്. ദെൻ അതേപോലെ ഫിസിക്സിൽ ഏതാണ് ദർപ്പണം എന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാം. അടുത്ത ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്, അവധിയാണ്. പക്ഷെ നമുക്ക് അവധിയൊന്നുമില്ല പ്രിപ്പറേഷൻ ആയിട്ട്. അവിടെ റീസണിങ്ങിലെ ഒറ്റ ടോപ്പിക്ക് സിലോജിസം എന്ന അടിപൊളി ടോപ്പിക്ക്, ഇപ്പൊ NTPCക്ക് എല്ലാം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന സിലോജിസം എന്ന ടോപ്പിക്കാണ് ഇട്ടേക്കുന്ന, ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഒക്ടോബർ 3 പോകുമ്പോൾ അന്ന് ഫ്രൈഡേ മാത്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. മാത്സിലെ വർക്ക് ആൻഡ് ടൈം എന്ന ടോപ്പിക് ഇട്ടിട്ടുണ്ട്. ദെൻ വർക്ക് ആൻഡ് ടൈം ട്രെയിൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതൊക്കെ ആ സാധനത്തിനകത്ത് വരും. അത് ഏതാണ്ട് ഒരു 6 പാർട്ടായിട്ട് ഇട്ടേക്കുന്നത്, ഒരുപാട് പഠിക്കാനുണ്ട്. ദെൻ ഒക്ടോബർ 4 സെയിം ടോപ്പിക് തന്നെയാണ്, അതിന്റെ 4, 5, 6 പാർട്ട് പഠിക്കാം. ദെൻ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ എന്ന ടോപ്പിക്കും പഠിക്കാം. ബേസ് ആണ് പീരിയോഡിക് ടേബിൾ, അവിടെ ഭംഗിയായിട്ട് പഠിക്കണം. ഒരുപാട് പോയിന്റ്സ് അതിനകത്തുണ്ട്. സോ ഒരു ദിവസം ഫുൾ ആയിട്ട് എടുത്ത് എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 1 മുതൽ 20 വരെയുള്ള എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ദെൻ അത് കഴിഞ്ഞ് ഒക്ടോബർ 5 സൺഡേ ബയോളജി. അവിടെ 3 ടോപ്പിക്കുകളാണ്, ഒറ്റ ടോപ്പിക്കാണ്. അതിന്റെ ഭാഗമായി വരുന്ന സബ് ടോപ്പിക്ക് നിങ്ങളുടെ പ്ലാൻ കിങ്ഡം, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ് പ്ലാൻ കിങ്ഡം, നന്നായിട്ട് പഠിക്കുക. അതിനകത്ത് വരുന്ന ഫോട്ടോസിന്തസിസ്, അതേപോലെ പ്ലാൻ ടിഷ്യൂ ഒക്കെ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഒക്ടോബർ 6 അവിടെ റീസണിങ്ങിലെ 3 ടോപ്പിക് ഇട്ടിട്ടുണ്ട്. റീസണിങ്ങിലെ 3 ടോപ്പിക്ക് നമുക്ക് ഓടിച്ചു തീർക്കാൻ പറ്റും. കുഞ്ഞു ടോപ്പിക്കുകളാണ്, പക്ഷെ മാർക്കൊക്കെ കിട്ടുന്ന ടോപ്പിക്കാണ്. ഒന്ന് അനലോഗി, രണ്ടാമത്തേത് പസിൽ, മൂന്നാമത്തേത് ഡേറ്റ സഫിഷ്യൻസി. ദെൻ ITയിലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന ടോപ്പിക്കും കൂടെ പഠിക്കാം. അടുത്ത ഒക്ടോബർ 7 മാത്സിലെ ഒറ്റ ടോപ്പിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതേപോലെ ട്രെയിൻ, അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ദെൻ അടുത്ത ഒക്ടോബർ 8 ആണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് പാർട്ടാണ് ട്രെയിൻ. 2 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, 3 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പിന്നെ പാർട്ട് 3. അപ്പൊ ഇവിടെ ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് റിവിഷൻ ആയിട്ട് ബാക്കിയുള്ള സമയം യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷന് ബാക്കിയുള്ള സമയം യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് നിങ്ങളുടെ സമയം അനുസരിച്ച് എന്ത് ചെയ്യുക, യൂസ് ചെയ്തങ്ങ് പോവുക. അടുത്ത ഒക്ടോബർ 9 ബയോളജിയിലെ 2 ടോപ്പിക്കാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന, അതിന്റെ പാർട്ട് 1, പാർട്ട് 2. അടുത്ത ഒക്ടോബർ 10 ഫിസിക്സിലെ 1 ടോപ്പിക്ക് ദ്രവബലങ്ങൾ. കെമിസ്ട്രിയിലെ 2 ടോപ്പിക്ക് മെറ്റൽസും പിന്നെ നോൺ മെറ്റൽസും, അങ്ങനെ അത്രയും ടോപ്പിക്കുകൾ ഇട്ടിട്ടുണ്ട്. അടുത്ത ഒക്ടോബർ 11 റീസണിങ്ങിലെ ലോജിക് വെൻ ഡയഗ്രാം എന്ന ടോപ്പിക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ്, അത് നന്നായിട്ട് പഠിക്കുക. അതേപോലെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, നോൺ വെർബൽ, അത് ഭംഗിയായിട്ട് പഠിക്കാം. അടുത്ത ഒക്ടോബർ 12 പോകുമ്പോൾ മാത്സിലെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, നല്ല ടോപ്പിക്കാണ്, മാർക്ക് കിട്ടുന്ന ടോപ്പിക്കാണ്, പഠിക്കാം. അതേപോലെ തന്നെ കെമിസ്ട്രിയിലെ അലോട്രോപ്സ് ഓഫ് കാർബന്റെ അലോട്രോപ്പ് ഇല്ലേ, അത് നന്നായിട്ട് പഠിക്കാം. ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ്. 1-2 മാർക്കൊക്കെ നമുക്ക് ഇവിടെ ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും. ദെൻ ഒക്ടോബർ 13 ബയോളജിയിലെ നെർവസ് സിസ്റ്റം എന്ന ടോപ്പിക്കും മസ്കുലോ സ്കെൽറ്റൻ സിസ്റ്റം എന്ന ടോപ്പിക്കാണ് ഇട്ടേക്കുന്നത്, അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. അടുത്ത ഒക്ടോബർ 14 മാത്സിലെ ഒറ്റ ടോപ്പിക്ക് മാത്രം, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്ക്. പിറ്റേ ദിവസം ഒക്ടോബർ 15 അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബാക്കിയുള്ള പാർട്ടുകൾ പഠിക്കുക. ദെൻ കറണ്ട് അഫയേഴ്സിന്റെ സെക്കൻഡ്
സെക്കൻഡ് ടോപ്പിക് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. അടുത്ത ഒക്ടോബർ 16 ബയോളജിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന ടോപ്പിക്ക്, ഡൈജസ്റ്റീവ് സിസ്റ്റം, അതേപോലെ തന്നെ കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന ടോപ്പിക്കിൽ നല്ല ടോപ്പിക്കാണ്. ദെൻ ഐ.ടിയിലെ മെമ്മറി യൂണിറ്റ്സ്, ആ മെമ്മറി യൂണിറ്റ്സ് പഠിക്കുമ്പോൾ വിച്ച് ഇസ് ഫാസ്റ്റസ്റ്റ് മെമ്മറി, റോം, ദെൻ അതേപോലെ തന്നെ വോളറ്റൈൽ മെമ്മറി, നോൺ വോളറ്റൈൽ മെമ്മറി, അതൊക്കെ നന്നായിട്ട് നോക്കാം. അടുത്ത ഒക്ടോബർ 17 റീസണിങ്ങിലെ ഒറ്റ ടോപ്പിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്. NTPC എല്ലാം സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എനിക്കൊന്ന് ലാസ്റ്റ് NTPC ഗ്രാജുവേറ്റ് ഒക്കെ 7-8 നമ്പറൊക്കെ ഇട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ആ ലെവലിൽ ഇല്ലെങ്കിലും അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. 1 മാർക്കോ 2 മാർക്കൊക്കെ നമുക്ക് അവിടെ നിന്ന് ഉറപ്പിക്കാൻ പറ്റും. നെക്സ്റ്റ് ഒക്ടോബർ 18 ഫിസിക്സിലെ വർക്ക് എനർജി പവർ എന്ന ടോപ്പിക്ക് നോക്കുക. മാത്സിലെ മെൻസുറേഷൻ എന്ന ടോപ്പിക്ക് പഠിക്കുക. കറണ്ട് അഫയേഴ്സിന്റെ 3ാമത്തെ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാം. അടുത്ത ഒക്ടോബർ 19 മാത്സിലെ മെൻസുറേഷന്റെ നെക്സ്റ്റ് പാർട്ടാണ് 2-3, പാർട്ട് 2-3. ദെൻ 4 പഠിക്കുക. അതേപോലെ ഐ.ടിയിലെ നെറ്റ്വർക്ക് എന്ന ടോപ്പിക്ക് പഠിക്കുക. ദെൻ കറണ്ട് അഫയേഴ്സിന്റെ നെക്സ്റ്റ് ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാം. അടുത്ത ഒക്ടോബർ 20 ബയോളജിയിലെ ബ്ലഡ് പാർട്ട് 1, പാർട്ട് 2, അതേപോലെ തന്നെ കെമിസ്ട്രിയിലെ ഫ്യൂവൽസ് എന്ന ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ്. ബ്ലഡും ഫ്യൂവൽസും സയൻസ് നന്നായിട്ട് പഠിക്കുക. അടുത്ത ഒക്ടോബർ 21 ഒറ്റ ടോപ്പിക്ക് മാത്രം, ആൾജിബ്ര, വലിയ ടോപ്പിക്കാണ്. 2 ദിവസമായിട്ടാണ് ആ ടോപ്പിക് ഇട്ടേക്കുന്നത്. കണ്ടോ, ഒരു ടോപ്പിക്ക് നമ്മൾ വലിയ ടോപ്പിക്ക് ആണെങ്കിൽ 1 ദിവസം കൊണ്ട് തീർക്കുന്നില്ല, 2 ദിവസം കൊണ്ട് മാത്രമേ തീരത്തുള്ളൂ. പക്ഷെ അങ്ങനെ പഠിച്ചാൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, ഫുൾ ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ ഒക്ടോബർ 22 ആൾജിബ്രയുടെ നെക്സ്റ്റ് പാർട്ടും കറണ്ട് അഫയേഴ്സിന്റെ നെക്സ്റ്റ് ടോപ്പിക്കും പഠിക്കാം. അടുത്ത ഒക്ടോബർ 23 ഗുരുത്വാകർഷണ ബലം, പിന്നെ അതേപോലെ കെമിക്കൽ നെയിംസ്, ആ 2 ടോപ്പിക്ക് നോക്കാം. പിന്നെ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് റിവിഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒക്ടോബർ 24 റീസണിങ്ങിലെ 3 ടോപ്പിക്കുകളാണ്. ഒന്ന് മിറർ ആൻഡ് വാട്ടർ ഇമേജ്, അതേപോലെ കൗണ്ടിങ് ഫിഗേഴ്സ്, ഇൻഇക്വാലിറ്റി. റീസണിംഗ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ഓടിച്ച് തീർക്കാൻ പറ്റും. അവിടെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്കിൽസ് കൂട്ടിക്കൊണ്ടിരിക്കുക. സോ റിവിഷൻ മസ്റ്റ് ആണ്, ഞാൻ എക്സ്ട്രാ പറയുന്നില്ല. അടുത്ത ഒക്ടോബർ 25 ബയോളജിയിലെ വൈറ്റമിൻസ് എന്ന ടോപ്പിക്ക്, ദെൻ അതേപോലെ കെമിസ്ട്രിയിലെ പൊല്യൂഷൻ എന്ന ടോപ്പിക്ക്, ദെൻ ട്രിഗണോമെട്രിയുടെ പാർട്ട് 1 നോക്കാം. IT ആക്ട് ആൻഡ് സൈബർ ലോ എന്ന ടോപ്പിക്ക് നോക്കാം. അപ്പൊ IT ആക്ട് പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട സെഷൻസ് നോക്കണം. സൈബർ ക്രൈംസ്, അതിന്റെ പണിഷ്മെന്റ്സ് എന്താണോ നോക്കുക. IT ആക്ടിന്റെ ഫണ്ടമെന്റൽസ് നോക്കുക. എന്ന് പാസ്സായി, ഏത് ഡേറ്റിലാണ് പാസ്സായത്, എന്ന് അമെൻഡ് ചെയ്ത ഡേറ്റ് എന്നാണ്, അതിന്റെയൊക്കെ പ്രത്യേകതകൾ നോക്കി വെച്ചേക്കാം. ദെൻ ട്രിഗണോമെട്രിയുടെ നെക്സ്റ്റ് പാർട്ടാണ് ഒക്ടോബർ 26 ഇട്ടേക്കുന്ന, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. അതേപോലെ ഒക്ടോബർ 27 അതിന്റെ 5, 6, 7 ആണ് ഇട്ടേക്കുന്നത്. ട്രിഗണോമെട്രി നിങ്ങൾക്കറിയാം വലിയൊരു ടോപ്പിക്കാണ്. സോ 2 ദിവസമായിട്ടാണ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ആയിട്ട് ഇട്ടേക്കുന്നത്. അത് ഭംഗിയായിട്ട് പഠിക്കാം. അതിന്റെ റിവിഷൻ നന്നായിട്ട് നോക്കുക. ബാക്കിയുള്ള ടോപ്പിക്കുകളുടെ റിവിഷൻ നോക്കുക. മക്കളെ എല്ലാ ദിവസവും മിനിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ചേക്കണം. അതിനകത്ത് ഒരു മടിമാരും വിചാരിക്കരുത്. റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ഒക്ടോബർ 28 ഫിസിക്സിലെ ഇലാസ്റ്റിസിറ്റി എന്ന ടോപ്പിക്ക് നോക്കുക. ദെൻ കെമിസ്ട്രിയിലെ കെമിക്കൽ നെയിംസ് എന്ന ടോപ്പിക്ക് നോക്കുക. കറണ്ട് അഫയേഴ്സിന്റെ നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, അടുത്ത ഒക്ടോബർ 29 മാത്സിലെ ഒറ്റ ടോപ്പിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, എലമെന്ററി സ്റ്റാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് നോക്കുക. ഒക്ടോബർ 30 കെമിസ്ട്രിയിലെ 2 ടോപ്പിക്ക്, കെമിസ്ട്രി ഒറ്റ ടോപ്പിക്ക്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്ന, മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന ടോപ്പിക്ക് പഠിക്കാം. അടുത്ത ഒക്ടോബർ 31 ആ മാസത്തെ അവസാനത്തെ ദിവസമാണ്, ജിയോമെട്രി 2D പാർട്ട് 1, പാർട്ട് 2, അതേപോലെ കറണ്ട് അഫയേഴ്സിന്റെ നെക്സ്റ്റ് ടോപ്പിക്കും പഠിക്കാം. അടുത്ത നവംബർ 2 നോക്കുകയാണെങ്കിൽ, നവംബർ 1 ഇപ്പൊ പറഞ്ഞത്, നവംബർ 2 നോക്കുകയാണെങ്കിൽ സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ്, അതിന്റെ ഒരു റിവിഷൻ കൊടുക്കാം. നേരത്തെ പഠിച്ച റിവിഷൻ കൊടുക്കാം. ആ ടോപ്പിക്കിലെ പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്തു. മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, പ്രധാന ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തു. ഓക്കെ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതും ബാക്കി ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തു. അവിടെ ഇനി അങ്ങോട്ടുള്ള ഒരു 16 ദിവസം റിവിഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റിവിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, NTPCയുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. പഴയ ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. എന്റെ ഒരു അഭിപ്രായത്തിൽ പഴയ ഗ്രൂപ്പ് ഡി ഫോക്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലൊരു കാര്യം. ലാസ്റ്റ് ഗ്രൂപ്പ് ഡി എക്സാം നടന്നിട്ട് കുറച്ച് വർഷങ്ങളായി. നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2019, എക്സാം നടന്നത് 22-ലൊക്കെയാണ്. അപ്പോൾ ഒരു പാറ്റേൺ ഒക്കെ എന്ത് ചെയ്തു, നൈസായിട്ട് അങ്ങ് മാറി. സോ പുതിയ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാം. NTPCയുടെ ഗ്രാജുവേറ്റിന്റെ, അണ്ടർ ഗ്രാജുവേറ്റിന്റെ ക്വസ്റ്റൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്ക് വിചാരിക്കും ഗ്രൂപ്പ് ഡിക്കൊക്കെ ആ ലെവലിൽ പഠിക്കണം. മക്കളെ, ആ ലെവലിൽ നോക്കണ്ട. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പോയി ചുമ്മാ ഒരു പരീക്ഷയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യുക, കോമ്പീറ്റ് ചെയ്യാനല്ല വേണ്ടത്. നമുക്കതാണോ, പോയി പരീക്ഷ എഴുതണം, ആ സ്ഥലം പോയി കാണണം, അതാണോ നമ്മുടെ ലക്ഷ്യം? അല്ല, നമ്മൾ പോവുകയാണെങ്കിൽ ജോലിയും കൊണ്ടേ വരാം. സോ ഹൈ ലെവലിൽ പ്രിപ്പയർ ചെയ്യാം. ആ പ്രീവിയസ് ക്വസ്റ്റൻസ് നന്നായിട്ട് നോക്കുക. ദെൻ പ്രോപ്പർ ആയിട്ട് റിവിഷൻ കൊടുക്കുക. GKയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നോക്കുക. ഏതൊക്കെ GKയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്? ഇപ്പൊ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചോ. അതിനകത്ത് വരുന്ന നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, ടൈഗർ റിസർവ് നന്നായിട്ട് നോക്കാം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ദെൻ അത് കഴിഞ്ഞാൽ റിവേഴ്സ് എന്ന ടോപ്പിക് നോക്കുക. ഇന്ത്യൻ ഫിസിയോഗ്രഫി നോക്കുക. ദെൻ ലൊക്കേഷൻ, ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ നോക്കുക. ദെൻ സ്ട്രക്ചർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ ആർട്ടിക്കിൾസ്, അമെൻമെന്റ്സ്, ദെൻ അതേപോലെ ഷെഡ്യൂൾസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് നോക്കുക. അടുത്ത
നമ്മുടെ എക്കണോമിക്സിലേക്ക് പോകുമ്പോൾ 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ്, ലാസ്റ്റ് ബാങ്കിന്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. then അതേപോലെ റിസർവ് ബാങ്ക് ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ അടുത്ത റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇപ്പോഴത്തെ GST മാറ്റങ്ങൾ, സെപ്റ്റംബർ 22 ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവാണ്, 2 സ്ലാബ് വീഴ്ത്തി മാറ്റാൻ പോവുകയാണ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത അങ്ങനെയുള്ള സ്ട്രാറ്റജിക്കലി വരുന്ന ഓരോ മോണുമെന്റ്സ് ആയിക്കോട്ടെ, ടെമ്പിൾസ് ആയിക്കോട്ടെ, ഇന്ന സാധനം ഏത് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നു, പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്, ട്രാൻസ്പോർട്ടേഷൻ, അതൊക്കെ അങ്ങനെ ഒരു 10-15 ടോപ്പിക്കേ വരത്തുള്ളൂ. ആ ടോപ്പിക്കുകളൊന്ന് പഠിക്കുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങേയറ്റം പോയാൽ 12 മാർക്ക് GK വരാനുള്ളൂ, 8 മാർക്ക് എന്തായാലും കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ GK ഒരിക്കലും ഒരുപാട് സമയമൊന്നും കൊടുക്കരുത്, നന്നായിട്ട് വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത നമ്പർ 13 ആണെങ്കിൽ NDPCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പാർട്ട് 1, അതേപോലെ റിവിഷനും ഇട്ടിട്ടുണ്ട്, ജനറൽ അവയർസിന്റെ ഉണ്ട്, കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ ഇട്ടുണ്ട്. ദെൻ അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നവംബർ 16 വരെ ഫുൾ ആയിട്ട് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, ദെൻ അത് കഴിഞ്ഞ് റിവിഷൻ, അങ്ങനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാര്യം എത്ര ടോപ്പിക് നമ്മൾ പഠിക്കുന്നു അതിലൊരു കാര്യമില്ല. എത്ര ടോപ്പിക് നമ്മൾ പഠിക്കുന്നു നോക്കേണ്ട ആവശ്യമില്ല, എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും, 1.5 മണിക്കൂറിൽ എങ്ങനെ നമുക്ക് ഇത്രയും തീർക്കാൻ പറ്റും. എന്താണ് റെയിൽവേ എക്സാമിന്റെ പ്രത്യേകത? 1.5 മണിക്കൂറാണ് കിടക്കുന്നത്. SSC എക്സാമിന് 1 മണിക്കൂർ മാത്രമാണ് സമയമെങ്കിൽ റെയിൽവേ എക്സാംസിന് 1.5 മണിക്കൂർ സമയം കിടപ്പുണ്ട്. മക്കളെ, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഭാഗ്യവാന്മാരാണ്. പ്രിപ്പറേഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുക. കേസ്, കോപ്പ്, ബാക്കിയെല്ലാം അങ്ങനെ വന്നിട്ട് അങ്ങ് പോകും. അതിനൊന്നും ഫോക്കസ് പോകണ്ട. പഠിത്തം ഓക്കെ, അങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തോ. ഇത് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നമ്മൾ മെനഞ്ഞാന്ന് സ്റ്റാർട്ട് ചെയ്ത 3 ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ബാച്ചിന്റെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ഒരു ബാച്ചിനകത്ത് 250 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366. ഓക്കെ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, ഭംഗിയായിട്ട് പഠിച്ചോ. അപ്പൊ 1499 രൂപ മാത്രമേ ആ ബാച്ചിനകത്ത് വരത്തുള്ളൂ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ ബാച്ചിനകത്ത് കിട്ടുന്നത്? ഇംഗ്ലീഷ് ക്ലാസ് കിട്ടും, മലയാളത്തിൽ ക്ലാസ് കിട്ടും, ഇംഗ്ലീഷിൽ നോട്ട്സ് കിട്ടും, മലയാളത്തിൽ നോട്ട്സ് കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് ഒരു മെന്റർഷിപ്പ് സെഷൻ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ബാച്ചിൽ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ട്. പിന്നെ അടുത്ത് മൈക്രോ നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് 2 ലാംഗ്വേജിൽ കിട്ടും. ഇംഗ്ലീഷിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, മലയാളത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എല്ലാ ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം ഫുൾ ലെങ്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. 161 ചാപ്റ്റർ ടെസ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാം ഒക്കെ എഴുതി നമുക്ക് മരിക്കാം, അത്രത്തോളം എക്സാംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഈ ബാച്ചിനകത്തുണ്ട്. അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും. സബ്ജക്ട് എക്സ്പേർട്സ് മാത്രമാണ് ക്ലാസ് എടുക്കുന്നത്, ഏത് വിഷയമായാലും. ഓക്കെ, അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തോ മക്കളെ, നന്നായിട്ട് വർക്ക് ചെയ്തോ. മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം. നന്നായിട്ട് വർക്ക് ചെയ്തോ. സ്വപ്നങ്ങളൊക്കെ അടുത്ത വർഷം ചിറകിരിക്കട്ടെ.